ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക പുളിയും കറിയാണ് കേട്ടോ. ഒരു വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് അതിന് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ, അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വെണ്ടക്ക പുളിങ്കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് വെണ്ടക്ക അതുപോലെ ഒരു 10-15 വെണ്ടക്ക ഉണ്ട് കേട്ടോ. അതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഈ വെണ്ടക്ക ഒന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്നൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ. വെണ്ടക്കന്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ അതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണത്. അപ്പൊ ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വെണ്ടക്ക ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പൊ ഞാൻ വെണ്ടക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് ഉലുവ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാട്ടോ. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 അല്ലി വരെ എടുക്കാം കേട്ടോ. ഞാൻ അടുത്ത വെളുത്തുള്ളി അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. ഈ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളെ സവാളിന്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടും സോഫ്റ്റ് ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ. അപ്പൊ അത് നമ്മള് സവാള ഇവിടെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. എരിവില്ലാത്ത മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. നമ്മളെ പൊടികളെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇവിടെ കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിന്റെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1.5 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ആ മസാലയില് വെണ്ടക്ക നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ. അപ്പൊ ഞാൻ അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വെണ്ടക്കത്തെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി മാത്രം മതിട്ടോ നമുക്കൊരു പ്ലേറ്റ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അത്രക്കും ടേസ്റ്റ് ആട്ടോ ഇത്. പിന്നെ നമുക്ക് വെറും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പൊ എല്ലാവരും വെണ്ടക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.